ഹലോ ഗൈസ്, കേരള കാഴ്ചകൾ എന്ന ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഞാനിന്നുള്ളത് നേരിമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന പാതയിലാണ്. മൂന്നാറിന് സമീപത്തുള്ള റോഡിന് സൈഡിലായി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ റോഡ് സൈഡിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു 4 വെള്ളച്ചാട്ടങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. അങ്ങനെ ആദ്യത്തെ വെള്ളച്ചാട്ടമായി ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി. ചീയാപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നേരിമംഗലം അടിമാലി റൂട്ടിൽ, അടിമാലി ആകുന്നതിനൊരു 20 കിലോമീറ്റർ അടുത്തായിട്ടാണ് ചീയാപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ചീയാപ്പാറ വെള്ളച്ചാട്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടമുള്ളത്. മൂന്നാർ സന്ദർശകരുടെ ഒരു പ്രധാന ഇടത്താവളമാണ് ചീയപ്പാറ. ഇവിടെ നിന്നും 7 തട്ടുകളിലായിട്ടാണ് ജലം താഴേക്ക് പതിക്കുന്നത്. വർഷകാലത്ത് സമൃദ്ധമായ ജലപാതമാണ് ഇവിടെയുള്ളത്. എന്നാൽ വേനൽക്കാലത്ത് ഇത് വറ്റി വരളും. എന്നാൽ വനമേഖല സമ്പുഷ്ടമായിരുന്ന കാലത്ത് വേനൽക്കാലത്തും ഇവിടം സമൃദ്ധമായിരുന്നു. ഏകദേശം 1000 അടി മുകളിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. എത്ര നേരം ഇവിടെ നിന്ന് ഈ കാഴ്ച കണ്ടാലും നമുക്ക് മതി വരില്ല. ഇവിടെ റോഡിന് അത്യാവശ്യം വീതിയൊക്കെ ഉള്ളതിനാൽ നമുക്ക് അത്യാവശ്യം വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് വലിയ തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങൾ രാവിലെ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ സ്പ്രേയിൽ മനോഹരമായ ഒരു മഴവില്ല് കാണാം. ഞാൻ വന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് മഴവില്ലൊന്നും തന്നെ ഞാൻ കണ്ടില്ല. മൂന്നാറിന് യാത്ര തിരിക്കുന്നവരൊക്കെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ. ഇതൊരു മനോഹരമായൊരു പിക്നിക് സ്പോട്ട് കൂടിയാണ്. ഇവിടെ വന്ന് റീൽസ് എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മറുസൈഡാണ്. ഒരു കലുങ്ക് വഴിയാണ് വെള്ളം ഒഴുകി താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ എതിർവശത്തൊക്കെ വനങ്ങളാണ്. എതിർവശത്തുള്ള വനങ്ങളുടെയും താഴ്വരകളുടെയും പശ്ചാത്തലത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ബസ് വഴിയാണെങ്കിൽ നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ്. അതേസമയം അടിമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അടുത്ത പിക്നിക് സ്പോട്ടായ വാളറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം അടുത്തിരിക്കുന്നതിനാൽ ഒരുമിച്ച് പരാമർശിക്കപ്പെടുന്ന ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായിട്ട് ഈ 2 വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു കുന്നിൻ പ്രദേശമായ മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു ജനപ്രിയ ഇടത്താവളങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ തന്നെ. ഇതാണ് വാളറ വെള്ളച്ചാട്ടം. വാളറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് റോഡിൻ്റെ വലതുവശത്തായിട്ടാണ്. രാത്രികാലങ്ങളിലൊക്കെ നമുക്ക് പോകുന്നവരാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം ഒരുപക്ഷെ മിസ് ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇത് ഒരല്പം താഴെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കില്ല. റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാനേ സാധിക്കുകയുള്ളൂ. ചീയപ്പാറ വെള്ളച്ചാട്ടം റോഡിൻ്റെ ഇടത് സൈഡിലാണെങ്കിൽ വാളറ വെള്ളച്ചാട്ടം വലത് സൈഡിലായി താഴ്ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടില്ല. ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റി ദുഃഖകരമായ മറ്റൊരു സത്യം എന്ന് പറയുന്നത് KSEBിയുടെ തൊട്ടിയാർ ജലവൈദ്യുതി പൂർത്തിയാകുന്നത് മൂലം ഈ വെള്ളച്ചാട്ടം നാമാവശേഷമാകും. ചീയാപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടവും തമ്മിൽ 2 കിലോമീറ്ററിന് മാത്രം വ്യത്യാസമുള്ളൂ. അടിമാലിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദേവിയാർ നദിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഈ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വാളറയിലൂടെ കൊച്ചി മധുര ദേശീയപാത 49 കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പിക്നിക് സ്പോട്ടായ അടുത്ത വെള്ളച്ചാട്ടമാണ് പെരിയകനാൽ വെള്ളച്ചാട്ടം. ഇത് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയായിട്ടാണ് പെരിയകനാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മൂന്നാറിലെ മനോഹരമായ കുന്നിൻ പ്രദേശത്താണ് പെരിയകനാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സീസൺ അല്ലാത്ത സമയങ്ങളിൽ, വരണ്ട സമയങ്ങളിൽ പെരിയകനാൽ വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് കുറവായിരിക്കും. പക്ഷേ ചുറ്റുമുള്ള തോട്ടങ്ങളുടെയും ഭൂപ്രകൃതിയൊക്കെ കാഴ്ച വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ ചായയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടീ സ്റ്റാളുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടീ ഒക്കെ കുടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ മനോഹരമായി ആസ്വദിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കൂടിയാണ് പെരിയകനാൽ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിനടുത്ത് മൂന്നാർ തേക്കടി റൂട്ടിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആനയിറങ്കൽ ഡാമിലേക്കുള്ള വഴിയിലാണ് ഈ വെള്ളച്ചാട്ടം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ചുറ്റും തേയിലത്തോട്ടങ്ങളാലും ഇടതൂർന്ന പച്ചപ്പുകളാലും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. മഴക്കാലത്തിന് ശേഷമാണ് വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നത്. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അടുത്ത സ്പോട്ടിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. പെരിയകനാൽ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ തിരിഞ്ഞത്. സൂര്യനെല്ലിക്കുള്ള വഴിയാണ്. സൂര്യനെല്ലി ടൗണൊക്കെ കഴിഞ്ഞ് തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലായി മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇവിടെയുണ്ട്. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, എങ്കിലും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പുകളുടെ ഇടയിൽ
വളരെ മനോഹരമായി ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മറ്റ് വെള്ളച്ചാട്ടങ്ങളെ പോലെ ഒരുപാട് ഹൈറ്റിൽ നിന്നുമല്ല ഈ വെള്ളച്ചാട്ടം കാണുന്നത്. അങ്ങനെ സൂര്യനെല്ലിയിലെ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് സൂര്യനെല്ലിയിൽ നിന്ന് നേരെ ബോഡിമെട്ടിലേക്കാണ് ഇനി എൻ്റെ അടുത്ത യാത്ര. സൂര്യനെല്ലിയിൽ നിന്ന് ബോഡിമെട്ടിലേക്ക് ഏകദേശം 12 കിലോമീറ്ററാണ് യാത്ര. അങ്ങനെ ഞാൻ പതിയെ ബോഡിമെട്ട്, അതായത് തമിഴ്നാട് അതിർത്തിയിലേക്കാണ് ഞാൻ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വെള്ളച്ചാട്ടങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ ബൈ.